സുവിസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ഫാമിലീസ് കൂടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോയ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വാഗമണ്ണിലേക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. വൺ ഡേ ട്രിപ്പ് ആയാലും നമ്മൾ അത്യാവശ്യം അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കായാലും എല്ലാവരും കൂടി പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ട്രിപ്പിന് കൂടുതലൊരു ഭംഗിയായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫാമിലി തന്നെ പോകുന്നതിനെക്കാട്ടിയും കൂടുതൽ എന്താ പറയുക, നമുക്ക് എൻജോയ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാവരും കൂടി പോകുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളവിടെ ചെന്ന സമയത്ത് നല്ലൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഒരു 4 മണി ടൈമിനൊക്കെ പോയിട്ടുണ്ടായി. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലും തോറും നമ്മുടെ കാലാവസ്ഥ മാറി മാറി അപ്പോൾ ഈ ഒരു ടൈമിൽ ഇവിടെ എത്തിയ സമയത്ത് മുട്ടക്കുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ആ വെയിലിനൊക്കെ മറികടന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മളിവിടെ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടേക്ക് വന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. എന്നാലും ഞങ്ങൾ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കടന്ന് ഞങ്ങളത് ഇവിടെ എത്തി അത്യാവശ്യം കുറച്ച് ഫോട്ടോസ് എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കിട്ടാത്ത അവസരങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് പിന്നെ സിപ്പ് ലൈനിൻ്റെ അവിടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ കുട്ടികൾക്ക് കയറാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കല്ലുവിന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഊഴം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അക്കുണൂനായിരുന്നു കേട്ടോ. അപ്പോൾ അക്കുണൂന് വലിയ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. ആൾ ഓക്കെ ആയിരുന്നു പോകാനായിട്ട്. അങ്ങനെ ഫസ്റ്റ് അവനെ തന്നെ വിട്ടു. ഒരു 500-550 എന്തോ മീറ്റർ ദൂരം ഉണ്ടായിരുന്നു. അത് തിരിച്ച് അവിടെ നിന്ന് ഇവരെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ. മുന്നേ പോയ സ്ഥലത്ത് അവിടെ നിന്ന് പിന്നെ ഇവർ തിരിച്ച് നടന്ന് വരണമായിരുന്നു. ഇതങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ കല്ലുവിനെ വിട്ടിട്ടുണ്ട്. കല്ലു എൻ്റെ അമ്മയെന്ന് വിളിച്ചിട്ടാണ് പോകണ്ടായിരുന്നത്. അത് കഴിഞ്ഞത് അപ്പോൾ നമ്മുടെ ഉണ്ണിമോള് പോയിട്ടുണ്ടായി. അപ്പോൾ ഈ ഒരു ടൈമായിരുന്നു വെച്ചാൽ 6 മണി ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ എത്തിയപ്പോൾ. അസല് കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മക്കളെ. പൊന്നെ, പറയാൻ പറ്റാത്ത അത്രയും കോടയാണ്. നമ്മളിത് എപ്പോഴും കാണാത്തത് കൊണ്ട് നമുക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. എപ്പോഴും കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് നിസ്സാര കാര്യം മാത്രമായിരിക്കും. പക്ഷേ ഇത് ഫോട്ടോയിലും വീഡിയോയിലും നമുക്ക് തോന്നും അത്രയും അവിടെ ഞങ്ങൾക്ക് കിട്ടിയ അത്രയും കോടയൊന്നും ഇതിൽ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടില്ല. അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്ത് അത്യാവശ്യം ഈ കോട വരുന്ന സമയത്ത് ചെറിയൊരു എന്താ പറയുക തണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് പറയുന്നത് അടിപൊളി ട്രിപ്പായി മാറിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് എല്ലപ്പോഴും വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളിങ്ങനെ എല്ലാ ഫാമിലീസും ഒരുമിച്ച് ഒരു ദിവസത്തെ ഒരു ട്രിപ്പ് പോകുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക എന്താ പറയുക ഭംഗിയും അതേപോലെ നമ്മുടെ മനസ്സിനും ഒക്കെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു നിമിഷങ്ങളായിരിക്കും എല്ലാവരും കൂടി പോകുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണു.